പഠിപ്പിച്ച വിജയലക്ഷ്മി ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കപ്പോൾ ഇന്ദ്രൻസ് എങ്ങനെയായിരുന്നു പഠിക്കാൻ എന്നുള്ളത് ടീച്ചറോട് ചോദിക്കാം. ടീച്ചർ എങ്ങനെയായിരുന്നു ഇന്ദ്രൻസ് പഠിക്കാൻ നല്ല താല്പര്യമുള്ള ഒരാളാണ് ഇന്ദ്രൻസ്. അപ്പം സാറിന് എല്ലാ വിഷയങ്ങളും ഏകദേശ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളതാണ്. ഇപ്പോൾ അടിസ്ഥാന ശാസ്ത്രമാണെങ്കിലും സാമൂഹ്യ ശാസ്ത്രമാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പ്രമുഖ കവികളെയും കഥാകാരന്മാരെയൊക്കെ കാര്യങ്ങൾ ഏകദേശം അറിയാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അത് ഇന്ന ആളല്ലേ എന്നുള്ള രീതിയിൽ ആൻസർ അങ്ങ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ഹിന്ദി കുറച്ച് വിഷമം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മറ്റുള്ള വിഷയങ്ങളിൽ ഒരുപാട് അറിവുള്ള ഒരാളാണ്. നന്നായിട്ട് പുസ്തകം വായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഗുണം നന്നായിട്ട് പഠിത്തത്തിലും കാണിച്ചിട്ടുണ്ടല്ലേ? മലയാളത്തിലൊക്കെ നന്നായിട്ട് പ്രാവീണ്യമുള്ള ആളായിട്ട് തോന്നിയിട്ടുണ്ടോ ടീച്ചർക്ക്? മലയാളത്തിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ കുമാരനാശാൻ്റെ ഒരു ഖണ്ഡകാവ്യത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം ആൻസർ തന്നെത്താൻ എഴുതുന്നത് ഞാൻ കണ്ടു. ഞാനപ്പോൾ അതിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം തൊട്ടുകൂടായ്മ തിണ്ടികൂടായ്മ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിശാലമായിട്ടങ്ങ് എഴുതുന്നുണ്ട്. അപ്പോൾ അത് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത് ഒരുപാട് എഴുതണ്ട, 5 മാർക്കിനുള്ള ഇതൊന്നും കിട്ടില്ല, ഇത് 2 മാർക്കിനുള്ള ഇത്രയും പോയിൻ്റ് മതി അതുകൊണ്ട് അങ്ങനെ നല്ലതായിട്ട് കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ള ഒരാളാണ്. ഇത്രയും സിനിമാ തിരക്കുകൾക്കിടയിൽ എങ്ങനെയാണ് ഈ പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നത്? പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നതിന് വീട്ടുകാരുടെ സാറിൻ്റെ ഭാര്യയുടെ സഹായവും ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ അവരും സാറിൻ്റെ ഭാര്യയും സഹായിക്കാറുണ്ട് സാറിനെ. അങ്ങനെ ഉള്ള ഒരു സപ്പോർട്ടുണ്ട്. വീട്ടിലുള്ള സത്യം പറഞ്ഞാൽ കൊച്ചുമകൾ വരെ സാറിനെ സഹായിക്കാനുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹിന്ദിയൊക്കെ കൊച്ചുമകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ടീച്ചർക്ക് എന്താണ് ഇന്ദ്രൻസിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ, അതായത് ഒരു സവിശേഷമായി തോന്നിയിട്ടുള്ളൊരു കാര്യം? സവിശേഷമായ ആഗ്രഹം ഈ പ്രായത്തിലും പഠിക്കാനുള്ള ആഗ്രഹം. 68 വയസ്സായി സാറിന്. സാധാരണ നമ്മൾ വെളിയിലുള്ള ഒരു 68 വയസ്സായ ഒരാളിനെ പഠിക്കാനൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം ഈ പ്രായത്തിൽ 7ാം ക്ലാസ് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു ചോദ്യമായിരിക്കും തിരിച്ചിങ്ങോട്ട് ചോദിക്കണം. പക്ഷേ സാറിന് അങ്ങനെയല്ല. പഠിക്കാൻ പറ്റാത്ത അവസരങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ച് എനിക്ക് 10ാം ക്ലാസ് ജയിക്കണം, ഹയർ സെക്കൻഡറി പോകണം, ഇങ്ങനെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പം നല്ലൊരു മറ്റുള്ളവർക്ക് പ്രചോദനമായ രീതിയിലാണ് സാറിൻ്റെ സംസാരവും നമുക്കും ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന രീതിയിലാണ് പെരുമാറുന്നത്. അതുപോലെ പഠിപ്പിക്കാനൊക്കെ ചെല്ലുമ്പോഴും വലിയൊരു മഹാനടനാണെന്നുള്ള ഒരു ഇതൊന്നുമില്ല, വളരെ നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് നമുക്ക് സാറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. സംശയമൊക്കെ ചോദിക്കാറുണ്ടോ? സംശയം ചോദിക്കാറുണ്ട്. മലയാളത്തിൻ്റെ ചെറിയ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ദ്രൻസിനെ പഠിപ്പിക്കുന്ന സമയത്ത് രസകരമായ എന്തെങ്കിലും സംഭവം ടീച്ചറുടെ ഓർമ്മയിൽ ഉണ്ടായിട്ടുണ്ടോ? രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ നിവേദനം തയ്യാറാക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ സാറിന് കാര്യങ്ങളറിയാം. ഒരു നിവേദനം തയ്യാറാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്വീകർത്താവ് പ്രേക്ഷിതൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാറ് പിന്നെ പരീക്ഷ എഴുതുമ്പോൾ അതുപോലെ അത് പെട്ടെന്ന് അത് മെമ്മറിയിൽ വരുന്നുണ്ട്, എഴുതുന്നുണ്ട് കാര്യങ്ങളെല്ലാം.